ഹായ്, എൻ്റെ പേര് ഷീല. എൻ്റെ ചാനലായ പെരുമ്പള്ളി ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള ഒരു പഴയ പ്ലാന്റ് തന്നെയാണ്. പഴയ പ്ലാന്റ് അല്ല, ഞാൻ മുൻപ് പരിചയപ്പെടുത്തിയിട്ടുള്ള പ്ലാന്റാണ്. അപ്പം നമുക്ക് വീണ്ടും അതിൻ്റെ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ ഇതാണ് ബ്ലാക്ക് ഗാർഡിനൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ വളരെ മുഷിഞ്ഞിട്ട് വല്ലപ്പോഴും കൂടിയൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ക്ലീൻ ചെയ്യുന്നതിലേക്കായിട്ട് കുറച്ച് പാലും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നന്നായി ക്ലീൻ ചെയ്ത് കൊടുക്കാം. ലീഫ് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ കാണാം. ഇതാണ് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ളൊരു വീഡിയോ. അപ്പോൾ നമ്മളിപ്പോൾ വല്ലപ്പോഴും കൂടിയെങ്കിലും നമുക്ക് ഈ ഒരു പ്ലാന്റ്, ഇങ്ങനെയുള്ള പ്ലാന്റുകളുടെയൊക്കെ ലീഫ് നന്നായി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇത് പൊടിയും അഴുക്കും ഒക്കെ ചേർന്നിട്ട് ലീഫ് വല്ലാത്തൊരു കളറിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് ആഴ്ചയിലോ രണ്ടാഴ്ചയിലോ ഒരു ദിവസം നമ്മൾ ഈ ലീഫ് ഒന്ന് നന്നായി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ ലീഫിൻ്റെയൊക്കെ ഒരു കളർ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു ലീഫാണിത് ഈ ഒരു പ്ലാന്റിന്. അപ്പോൾ ഈ പാലും വെള്ളം കൂടെ ചേരുമ്പോഴത്തേക്ക് നന്നായിട്ട് വെള്ളം ചേർത്തിരിക്കണം. പാലിന് ഒരു ശകലവും കട്ടി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ പാലാണ് അത് നല്ല എഫക്റ്റുള്ളൊരു പാനീയമാണ്. അതുകൊണ്ട് നമ്മൾ നന്നായി വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമ്മൾ ഈ ലീഫ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നല്ല തിളക്കമാണ്. അങ്ങനെ പാലും വെള്ളം കൂടി ചേർത്തിട്ട് നമ്മളിങ്ങനെ ലീഫൊക്കെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ലീഫിന് നല്ല തിളക്കം കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് നല്ല പോട്ടിങ് എപ്പോഴും നല്ല പോട്ടിങ് ആണെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ വലിയൊരു നല്ല ഹെൽത്തി പ്ലാന്റായി നമ്മളെ കയ്യിൽ കിട്ടും. നന്നായിട്ട് നല്ല പോട്ടിങ്ങൊക്കെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയ ലീഫുള്ള ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ നിൽക്കാനുള്ള കാരണം. നന്നായി വെള്ളം നേരം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ പോട്ടിങ്ങൊക്കെ പെട്ടെന്ന് വാർന്നു പോകുന്ന പോട്ടിങ് ആയിരിക്കണം. ഞാനിതിൽ തൊണ്ടും കരിയുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ മുട്ടത്തോട് ചേർക്കാറുണ്ട്. മുട്ട മിക്സിയിലടിച്ച് നേർപ്പിച്ചിട്ടല്ല, ഞാൻ മുട്ട ഇങ്ങനെ കൈകൊണ്ട് ക്രഷ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഒരിക്കലും കട്ടിയുള്ള പോട്ടിങ് ഇതിന് കൊടുക്കരുത്. ചാണകം അങ്ങനെയൊന്നും ഞാൻ കൊടുക്കാറില്ല. അപ്പോൾ ഇതിലേക്കായിട്ട് ഇതാണ് കുറച്ച് നാടൻ മുട്ടയുടെ തോട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ക്രഷ് ചെയ്ത് ഇതിൻ്റെ ചുവട്ടിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ റൂട്ടൊക്കെ നല്ല ഉരുണ്ട് നല്ല ഒരു ചരടിൻ്റെ അതേ ആകൃതിയിലാണ് നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ റൂട്ട്. അപ്പോൾ റൂട്ട് അങ്ങനെ പുറത്തോട്ട് പോവാതെ നമ്മൾ കഴിയുന്നതും ഈ പോട്ടിൻ്റെ അകത്തോട്ട് തന്നെ വച്ചിട്ട് വേണം പോട്ടിങ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ റൂട്ടെല്ലാം നേരെ ഈ പോട്ടിനകത്തോട്ട് വച്ചിട്ടുണ്ട്. അതിന് ശേഷം ഈ മുട്ടത്തോട് പൊടിച്ച് കൈകൊണ്ട് തന്നെ ക്രഷ് ചെയ്ത് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ഇതാണ്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ അങ്ങനെ ഒരുമിച്ച് വീഡിയോ പിടിക്കാനായിട്ട് പറ്റത്തില്ല. ഞാൻ മാത്രമാണ് വീഡിയോ എടുക്കുന്നതും ഇതെല്ലാം ചെയ്യുന്നതും ഒക്കെ. അപ്പം അതുകൊണ്ടാണ് നമുക്ക് എല്ലാം കൂടെ കാണുന്ന രീതിയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള പോട്ടിങ്ങൊക്കെ ചെയ്ത് കൊടുത്തത്. അപ്പോൾ മുട്ടത്തോടിന് നല്ല കാൽസ്യമാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ക്രഷ് ചെയ്തതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്താലും മതി. അതിന് ആവശ്യമായിട്ടുള്ള കാൽസ്യം ഈ പ്ലാന്റ് ഇതിൻ്റെ റൂട്ട് വലിച്ചെടുത്തുകൊള്ളും. അപ്പോൾ മുട്ടയുടെ ആ ഒരു തോടിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ട് നല്ല ലീഫൊക്കെ നല്ല തിളക്കത്തിൽ തന്നെ എപ്പോഴും നിൽക്കും. നല്ല ബ്ലാക്ക് കളറാണത്. ബ്ലാക്ക് കാർഡിനൽ എന്ന് പറയുന്ന പേര് അനർത്ഥമാക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ കാണുന്നത്. ഇത്ര മനോഹരമായിട്ടുള്ളത് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനും. അപ്പോൾ എന്നെ കൊണ്ടൊക്കുന്ന രീതിയിലൊക്കെയാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത്. കുറച്ചുകൂടെ വീഡിയോ എടുക്കാനൊക്കെ അറിയാമെന്നുള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഈ പ്ലാന്റൊക്കെ വീഡിയോ എടുത്ത് ഇടാൻ കഴിയും. നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഒറ്റ പ്ലാന്റ് മതി നമ്മളെ ഒരു വീട്ടിൽ. അത്ര നല്ല മനോഹരമായിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട്